നമസ്കാരം. കിഴക്കമ്പലം പഞ്ചായത്തിലെ കടമ്പ്രയാർ ടൂറിസം വില്ലേജ് മയക്കുമരുന്ന് മാഫിയകളുടെ താവളമായി മാറി. 15 വർഷം മുമ്പ് സിഡ്കോയുടെ സഹകരണത്തോടെ നിർമ്മിച്ച് ടൂറിസം വില്ലേജാണ് അനാഥമായി കിടക്കുന്നത്. ആർക്കാണ് ഉത്തരവാദിത്തം? ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ദൂർത്തടിക്കുന്ന രാഷ്ട്രീയ മുതലാളത്തന്മാരും ഉദ്യോഗസ്ഥ വഞ്ചകരും പൊതുജനങ്ങളെ കഴുതുകളാക്കി മാറ്റിയിരിക്കുന്നു. പുതിയ പദ്ധതി കൊണ്ടുവന്ന് കോടികൾ കമ്മീഷൻ വാങ്ങി പോക്കറ്റിലിടുന്ന വഴിയായി മാറ്റിയിരിക്കുകയാണ് ഇത്തരം ടൂറിസം വില്ലേജുകൾ. കടമ്പ്രയാറിനെ വീണ്ടും സൗന്ദര്യവൽക്കരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ജെ ടൈംസ് സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. കൂടുതൽ വാർത്തകളുമായി ജെ ടൈംസ് ന്യൂസിനൊപ്പം സത്യൻ ചെങ്ങനാട്. സിഡ്കോയുടെ സഹകരണത്തോടെ 2009 നിർമ്മാണം പൂർത്തിയാക്കി അന്നത്തെ ടൂറിസം മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിലെ ചില പ്രദേശങ്ങളാണിത്. രാവിലെയും വൈകുന്നേരവും രാസലഹരി ഉപയോഗിക്കുന്നവരുടെ താവളമാക്കി മാറ്റിയിരിക്കുന്നു. പള്ളിക്കര വണ്ടർലായുടെ 500 മീറ്റർ ഡിസ്റ്റൻസിലാണ് കടമ്പ്രയാർ പുഴ ഒഴുകുന്നതും അതിൻ്റെ ഇരുവശവും ടൂറിസം വില്ലേജാക്കി മാറ്റിയതും. നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രകൃതിയോടിണങ്ങി ഈ വില്ലേജിനെ എന്ത് വില കൊടുത്തും പൂർണ്ണസ്ഥിതിയിലാക്കി സംരക്ഷിക്കുവാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ശ്രമിക്കണമെന്നാണ് ജെ ടൈംസ് ന്യൂസിന് പറയാനുള്ളത്. കടമ്പ്രയാർ നമുക്ക് വീണ്ടെടുക്കണം. അതിനായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇൻബോക്സിൽ കുറിക്കുക. നമുക്ക് കടമ്പ്രയാറിനെ രക്ഷിക്കാം. ഒപ്പം ടൂറിസവും പഞ്ചായത്തിന് വരുമാനവും അതിലുപരി നാടിൻ്റെ വികസനവും. കടമ്പ്രയാറിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.